യേശുക്രിസ്തുവിലൂടെയുള്ള രോഗസൗഖ്യം തട്ടിപ്പാണോ സത്യമാണോ? എന്താണ് വാസ്തവം? അനേകർ പറയുന്നുണ്ട് ഇതൊരു തട്ടിപ്പാണ്, മതം മാറ്റാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന വിഷയങ്ങളാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇതിൽ സത്യം എന്താണെന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. യേശുക്രിസ്തു സൗഖ്യം നൽകുമോ? പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആശുപത്രികളുടെ ആവശ്യമില്ലല്ലോ. ഹോസ്പിറ്റലാണ് ഇപ്പോൾ എല്ലാം ഫുള്ളാണ്, രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ പ്രാർത്ഥനയിലൂടെ സൗഖ്യം കിട്ടുകയാണെങ്കിൽ ആശുപത്രിയുടെ ആവശ്യം ഇല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരാവുന്ന ചോദ്യങ്ങളാണ്, പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്താണ് ഇതിൻ്റെ വാസ്തവം? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നമുക്ക് വിശുദ്ധ ബൈബിളിൽ കൂടെ പഠിക്കുമ്പോൾ ചെറിയൊരു ഉദാഹരണത്തിലൂടെ തെളിയിക്കാം. ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ വന്നു. അവളെക്കുറിച്ച് പറയുമ്പോൾ അവൾ പല വൈദ്യന്മാരെ കാണിച്ച് കയ്യിലുള്ളതെല്ലാം തീർന്ന് അവസാനമാണ് യേശുവിനെക്കുറിച്ച് കേട്ടു. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശു ആയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ പോയി യേശുവിൻ്റെ വസ്ത്രത്തെ പിടിച്ചു. ആ സമയത്ത് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾക്ക് രോഗസൗഖ്യം ലഭിച്ചു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ അവിടെ ഉള്ളിൽ ഒരു വിശ്വാസം മുളയെടുത്തു. അതായത് യേശുവിനെ കാണിച്ചാൽ, യേശുവിനെ കണ്ടാൽ, യേശുവിൻ്റെ തലയ്ക്ക് പിടിച്ചാൽ, യേശുവിനെ തൊട്ടാൽ എനിക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. ആ വിശ്വാസം അവളിൽ ക്രിയ ചെയ്തപ്പോൾ അതൊരു ത്യാഗമായി മാറി. അതായത് ആ യേശു ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ വരെ പോകുവാനായിട്ട് അവൾ തയ്യാറായി. അപ്പം നോക്കിയോണേ, കേട്ടു, വിശ്വാസം വർദ്ധിച്ചു, യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ തയ്യാറായി. ഒരു പക്ഷെങ്കിൽ ആ സമയത്ത് അവളെ തടസ്സം ചെയ്യുവാനും കളിയാക്കാനും പരിഹസിക്കാനും ആൾക്കാരുണ്ടായിരുന്നായിരിക്കാം. പക്ഷേ അവിടെ ഉള്ളിൽ വളർന്ന ആ വിശ്വാസത്തിന് അതിനെ ഒന്നും തോൽപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവൾ ആ വിശ്വാസം കൊണ്ട് ത്യാഗം സഹിച്ച് ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ യേശു ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആയിരക്കണക്കിന് പുരുഷാരങ്ങൾ, ജനങ്ങൾ യേശുവിനെ ചുറ്റി വളഞ്ഞു നിൽക്കുക. അവരുടെ ഇടയിൽ കൂടെ വീണ്ടും ത്യാഗം അവൾ സഹിക്കാൻ തയ്യാറായി, റിസ്ക് എടുക്കാൻ തയ്യാറായി, വില കൊടുക്കാൻ തയ്യാറായി. ആ ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ കടന്നു ചെന്ന് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. ശക്തി പുറപ്പെട്ടപ്പോൾ യേശുവിന് മനസ്സിലായി, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആരാണ് എന്നെ തൊട്ടെന്ന് യേശു ചോദിച്ചു. ഞാനാണ് ഗുരുവേ. അപ്പോൾ എന്താണ് സംഭവം ചോദിച്ചു. അപ്പം യേശുവിനോട് അവൾ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം യേശു പറയുന്നതാണ് രോഗസൗഖ്യത്തിന് മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. അത് വളരെ ശ്രദ്ധയോട് കേൾക്കുക. യേശു പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. അപ്പോൾ ആശുപത്രി കിടക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ യേശു ഉള്ള സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിക്കുവാനായിട്ട് ത്യാഗം സഹിക്കാൻ തയ്യാറാണെങ്കിൽ, വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ആ വിശ്വാസത്തോട് ആ രോഗിയും നിൽക്കുന്ന കൂടെ വന്നവരും ആ ശുശ്രൂഷകനും കൂടെയുള്ള വിശ്വാസികളും വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ 101% രോഗസൗഖ്യം ഉറപ്പാണ്. ഇവിടെ എന്താ പറ്റുന്നത്? വേണമെങ്കിൽ യേശു രോഗസൗഖ്യം തരട്ടെ, എനിക്ക് വിശ്വാസമൊന്നുമില്ല. യേശുവിനോട് വേണമെന്ന് പ്രാർത്ഥിച്ചേക്കാം, യേശു രോഗസൗഖ്യം തരുന്നെങ്കിൽ തരട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടത്തില്ല. 2, ത്യാഗം സഹിക്കാൻ, വില കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അത്ഭുതം കാണുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ യേശു രോഗസൗഖ്യം കൊടുത്ത് എല്ലാവരോടും, മിക്ക ആൾക്കാരോടും പറഞ്ഞു, നിൻ്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. അപ്പോൾ നമുക്കൊരു ബോൾഡ് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, അല്ലെ ദൈവത്തിനടുത്ത് പോയാൽ നമുക്ക് ഉറപ്പായിട്ട് സൗഖ്യം കിട്ടും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കളിയാക്കാൻ കാണും, കുറ്റപ്പെടുത്താൻ കാണും, തടസ്സം ചെയ്യാൻ ആൾക്കാർ കാണും. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യം കിട്ടത്തില്ല. അപ്പോൾ ഈ പറയുന്ന വിഷയത്തിനകത്ത് ഒരു കഴമ്പുമില്ല. ആശുപത്രി കിടക്കുന്ന രോഗികളെ എല്ലാവരെയും സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും, യാതൊരു സംശയവുമില്ല. പക്ഷേ അവർക്ക് വിശ്വാസം വേണം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്യാഗം സഹിക്കാൻ, അല്ലെങ്കിൽ എഫേർട്ട് എടുക്കാൻ, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ, അല്ലെങ്കിൽ പോകുവാൻ അവർ തയ്യാറായി, കരയുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായെങ്കിൽ
വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ഏത് രോഗത്തെയും യേശു സൗഖ്യമാക്കും. അത് യാതൊരു സംശയമില്ല. അപ്പോൾ കളിയാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇന്നും യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ഹോസ്പിറ്റലുകൾ തള്ളിയ കേസുകൾ പോലും യേശു സൗഖ്യമാക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ യേശു സൗഖ്യമാക്കാത്ത ഒരു രോഗവും ഇല്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മളിലുണ്ടാകണം. വിശ്വാസത്തെ പ്രതി നമ്മൾ ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. വിശ്വാസിച്ചുകൊണ്ട് നമ്മൾ വില കൊടുക്കാൻ തയ്യാറായാൽ അത്ഭുതം യേശു പ്രവർത്തിക്കും. 101%. ഇതാണ് വാസ്തവം. അല്ല മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന, ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാവരുടെ യേശു പോയി തലേ കൈവച്ച് എല്ലാവർക്കും രോഗസൗഖ്യം കൊടുക്കുകയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് രോഗസൗഖ്യം തരുന്ന ആൾ യഥാർത്ഥത്തിൽ ദൈവമാണെന്നും ജീവനുള്ള ദൈവമാണെന്നും നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ആ വ്യക്തിയാണെന്നും രക്ഷകനാണെന്നും നിന്നെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വ്യക്തിയാണെന്നൊക്കെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതിലൂടെ യേശുവിൽ കൂടെ നിത്യതയിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ രോഗസൗഖ്യത്തിലൂടെ ആയിരിക്കും ഒരു വ്യക്തി സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. യേശുവിന് എല്ലാവരെയും സൗഖ്യമാക്കാൻ കഴിയും. പക്ഷേ നിനക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നീ വിശ്വസിച്ചാൽ നിൻ്റെ വിശ്വാസം രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക് മാറുന്നതായിരിക്കും.